ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തെങ്കിലും വിശേഷങ്ങൾ, എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? അപ്പോൾ ഇൻട്രോ പറയാൻ ഇന്ന് നമ്മുടെ ആദം ബേബി ഇവിടെ ഇല്ല. ആദം ബേബി ഭയങ്കര തിരക്കില്ല, ആദത്തിന് ഒട്ടും സമയമില്ല. ഇപ്പം ഇന്ന് ആകെപ്പാട് ഒരു എന്താ പറയുക, ഇരുട്ട് മൂടിയ ദിവസമാട്ടോ. അതിനാകെ അറിയുള്ളൂ. അതെങ്ങനെ പോണേ? അയ്യുമ്മ എന്തിന്? അതിന്റെ മുടി വെട്ടാൻ പോവാട്ടാ. അതിന്റെ മുടി വെട്ടാൻ പോവാ. എങ്ങനെ വെട്ടണ മുടി? ആ മുടി വെട്ടിട്ട് വായോട്ടാ. ഓടിച്ചില്ലേ? ഞാൻ വരട്ടെ? ഇല്ലാന്നാ? ആബുരുവിനെ കൊണ്ടുപോ, ആബുരുവിനെ കൊണ്ടുപോ. അപ്പൊ അവരോട് പറഞ്ഞാ മുടിയോ മുടിയോ മുടി എവിടെ പോയേ? മുടി എങ്ങനെ പോയത്? ജിഞ്ചിലില്ലാന്ന് പറഞ്ഞിട്ടല്ലേ മുടി വെട്ടിട്ട്. അതിന് മുടിയോ എങ്ങനെ പോയേ? എന്നിട്ട് അതാ കരിക്കത് ആരെ കൊണ്ടുവന്നേ? ആരാ കരിക്കാരെ കൊണ്ടുവന്നേ? ആരെ വെട്ടി തന്നേ? എങ്ങനെ പോണേ? കരിക്ക എവിടുന്ന വെട്ടി തന്നേന്ന്? ആരെ വെട്ടി തന്നേന്ന്? വണ്ടിയാ? ദേ ആ പാപ്പ ദേ കരിക്ക് കൊണ്ടുവന്നേക്കണ വീണ്ടും. ദേ വീണ്ടും കൊണ്ടു നിക്കണ അവിടെ. എവിടെയാ പാപ്പൻ? എവിടേക്കാ? പാപ്പ ഡ്രസ് മാറുന്നു. അയ്യോ ചൂച്ചൂടാ കൊതു കടിച്ചാ? ആരെ കരിക്കൊണ്ട് തന്നേ? കരിക്കാര് തന്നേ? ഇല്ലാന്ന് പറയും. കുറുമ്പ് കാണിക്കില്ല. അങ്ങനെ അങ്ങനെ അപ്പാപ്പ മൂട് പൊക്കോ. ബാബായി ഇത് അപ്പാപ്പന് ബാബായി. മുമ്പില്ലേ? അത് പൊക്കോ, മുമ്പേ അടുത്തേക്ക് പൊക്കോ. ബൈ ബൈ. ഇതെന്താ സംഭവം എന്നറിയോ? അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും. എനിക്കിത് മുന്നേ അറിയില്ലായിരുന്നു, ഇപ്പൊ അറിയാം. അതായത് ഇത് തെങ്ങിന്റെ പൂക്കുല, ചൊട്ടാന്ന് പറയും, പൂക്കുല എന്ന് പറയും. ഈ ഡെലിവറി കഴിഞ്ഞിട്ട് പൂക്കുല ലേഖ്യം വാങ്ങിച്ച് കഴിക്കില്ലേ, അത് ഈ സാധനത്തിൽ നിന്ന് ഉണ്ടാക്കുന്നട്ടെ. ഈ സാധനം ഒഴിക്കാറുണ്ടോ എനിക്കറിയില്ല, ഞാൻ വാങ്ങിച്ചാൽ വെറുതെ ശർക്കര നീരായിരുന്നു. ഇത് ഇടിച്ച് പിഴിഞ്ഞ് കുടിക്കുന്നത് നല്ലതാ തണ്ടൽ വേദനയ്ക്ക്. ഇത് പൊളിച്ചു കഴിഞ്ഞാൽ പൊളിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. നിങ്ങളുടെ അവിടെയൊക്കെ ഇതിനെന്താ പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ. നോക്കിയേ നോക്കിയേ, ഇതിന്റെ സാധനം ആദത്തിന്റെ കുത്താനത്. കത്തി 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 കത്തി. അതെങ്ങടെ പോണേ? അതിന് മുടിയാരാ വെട്ടിയേ? ഏ ചേട്ടൻ? അതെങ്ങടെ? ആരെ മുടി വെട്ടാൻ കൊണ്ടുപോയേ? എവിടെ? എവിടേക്ക് ഇപ്പൊ പോണേ? എവിടേക്ക് പോണേന്ന് പറയടാ. മണ്ടിയാ? മരം മുറിക്കുന്നത് കാണാൻ പോണ? അതോ മരം മുറിക്കുന്നത് കാണാൻ പോണ്? മരം എങ്ങനെ വീണ നേരത്തെ നമ്മള് റോട്ടിൽ നിന്നപ്പോ? അയ്യോ ഈശോ പൊക്കോതം. ബൈ ബൈ. എവിടെ മരം മുറിക്കണത്? അയ്യോ കുളിച്ചൊന്നും വേണ്ടേ? അല്ല കൊണ്ടുപോയിട്ട് വന്നിട്ട് കുളിപ്പിക്കാം. ദൈവമേ പയ്യെ പോടച്ചേക്ക. എന്നിട്ട് അന്വേഷിക്കണതാ താക്കോലെന്തിനാ? ഇവനെ പുറത്തേക്ക് ഇറങ്ങി അപ്പ വണ്ടി എടുക്കണം. ഇതിനാണ് താക്കോല് അന്വേഷിക്കണ. താക്കോല് ഇന്നലെ രാത്രി ചത്തു. കാക്ക എടുത്തോണ്ട് പോയി കിണറ്റിലേക്ക് ഇട്ടു. അപ്പയുടെ കൂടെ ആണെങ്കിൽ ചെപ്പിട്ട് പൊക്കോ. ചാക്കോല് കൂക്കോലൊന്നും ഇല്ല. അപ്പുറം ഇരിക്കണണ്ട, അപ്പുറനെ കൊണ്ടുണ്ടോ? അതാ ചേട്ടാ ഉമ്മ അതാകെ ഉമ്മ കൊടുക്കണ്ട. അബുരുവിന് മാത്രം ഇട്ടാ ഈശോ കൊണ്ടാ. ബാക്കി ആര് ചോദിച്ചാലും അത് ഉമ്മ കൊടുക്കില്ല. പക്ഷെ ഇവര് എപ്പോഴും എപ്പോഴും ഉമ്മ കൊടുക്കും. അതന്നെ മതി. ഉമ്മ
പനി ഇനി ആത്തിന് കിട്ടൂട്ടെ പനി. അബുവിന് പനി തുടങ്ങിയിട്ടാ. ഇതെന്തോ മറ്റേ ഓരോരുത്തരുടെ വിട്ട് കഴിയുമ്പോ വൈറസ് അടുത്ത ആളുടെ എനിക്ക് പിടിപെട്ടോണ്ടിരിക്കുക. ആദത്തിന്റെ കഴിഞ്ഞു വീട്ടിലെല്ലാവർക്കും വട്ടത്തി എനിക്ക് വന്നു പനി. ഇപ്പൊ അബ്രൂര് ലാസ്റ്റ് ആൻഡ് ഫൈനൽ അബ്രൂന് എത്തിയിരിക്കുകയാണ്. ഇന്നലെ ഫുള്ള് അബ്രൂര് പനിയാണ്. ഇന്ന് അബ്രൂര് വയ്യ, കണ്ണീന്ന് കുടുകുടൂന്ന് വെള്ളം വന്നോണ്ടിരിക്കുക പാവത്തിന്. മൂക്കടപ്പും വന്നു, എനിക്കുണ്ട് മൂക്കടപ്പ്. എനിക്ക് പനിയും ഇത് വന്നാൽ ഇവൻ എന്തായാലും വരുമല്ലോ. അപ്പൊ ഇവന് വന്നു. ഇവനിപ്പോ പാരസെറ്റാമോൾ കൊടുത്ത് കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ കുറവില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതാണ് ഇങ്ങനെ പാതിങ്ങിയിരിക്കുന്നുണ്ട് പാവം അല്ലേ. അത് എന്തൊക്കെ വൈറസാണ് അവിടെ നിന്ന് കിട്ടണത് ദൈവത്തിനറിയാം. ഒരാൾക്ക് പിടിവിട്ടുള്ളൂ, വീട് ഫുള്ള് എത്തിയില്ലേ. അതല്ല, ഒരു മാസം ഇവിടുത്തെ പനി, ഒരു മാസമായിട്ട് പനി തീർന്നു കഴിഞ്ഞിട്ടില്ല. ചാക്കലി കാക്ക കൊണ്ടുപോയി. എവിടേക്ക് പോയേ? കുളത്തിൽ കൊണ്ടിട്ടു, തോട്ടില്. ഇവനുണ്ടല്ലോ മറ്റേ ഏതോ എറിന് വന്നിട്ടുണ്ടായി. എന്നിട്ട് ഇവിടെ നിന്നായിട്ട് അവരോട് പറയുന്ന ഗേറ്റ് തുറക്കാൻ. കളിക്കാൻ അവന്. ബൈ ബൈ ബൈ. ഓക്കെ ഓക്കെ ഓക്കെ. ഇങ്ങനെ നടക്കാൻ ഇഷ്ടവന്. ഇന്നത്തെ നമ്മുടെ ഉച്ചക്കലത്തെ അമ്മച്ചിന്ന് ഉണ്ടാക്കിയേക്കുന്നത് നാടൻ കോഴി കേട്ടോ. നാടൻ കോഴി ഇതേ കുമ്പളങ്ങി ഇട്ടത് വെച്ചിട്ടുണ്ട്. ഇവിടെ കുമ്പളങ്ങി ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് കുമ്പളങ്ങി ഇട്ടിട്ട് തന്നെ എന്നും വെച്ചേക്കണം. സത്യം പറഞ്ഞാൽ ഒന്നിനും ടൈമില്ല കേട്ടോ. എന്താ പറയാ, ഭയങ്കര ഇന്ന് നമുക്ക് ഒന്നിനും ടൈമില്ലാത്ത പോലെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളും. പിള്ളേരെ ഉറക്കം ശരിയാവണില്ല. ഒന്നാമത് വയ്യായികയുള്ള കാരണം. അതുകൊണ്ട് നമുക്ക് ഉറക്കം കിട്ടണില്ല സത്യത്തിൽ. അതിൻ്റെ ഒരു തലവേദനയും ആകപ്പാടൊരു എന്തോ പോലെ തോന്നണേ. പക്ഷെ തീറ്റയ്ക്ക് മാത്രം കുഴപ്പമില്ല. തിന്നാനുള്ള നമ്മുടെ ജീവൻ നിലനിർത്തിയാലല്ലേ നമുക്ക് പിള്ളേരെ നോക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മുടെ പിള്ളേരെ നമ്മൾ തന്നെ നോക്കണ്ടേ. അപ്പം അതുകൊണ്ട് ഫുഡ് കഴിക്കാം. എന്തായാലും ഫുഡ് മിസ് ചെയ്യാണ്ട് കഴിക്കണ്ട്. അതെങ്ങനെ നടക്കണ്ട. ആകെ ഫുഡ് കഴിക്കാനും പിന്നെ എന്തിനാണ് ബാത്റൂമിൽ പോകാനും കുളിക്കാനും മാത്രം ഒരു റെസ്റ്റുള്ളൂ കൈക്ക്. ഉറങ്ങുമ്പോഴും ഉറക്കം ശരിയാവണില്ല. അവൻ്റെ ആദ്യത്തിൻ്റെ വയ്യായിക മാറി. പക്ഷെ എന്നാലും എന്താ പറയുക, അവന് എന്തോ ഒരു അസ്വസ്ഥത ഉള്ളിലുണ്ടെന്ന് എനിക്ക് തോന്നണത്. കാരണം അവന് ഉറങ്ങണില്ല രാത്രി. വീട്ടിൽ നിന്നാണെങ്കിൽ അമ്മിച്ച് വിളിച്ചുകൊണ്ടിരിക്കട്ടാ, വീട്ടിലേക്ക് ചെല്ലുന്നു. വീട്ടിലേക്ക് പോകാനും പറ്റാത്ത അവസ്ഥയാണ്. കാരണം എനിക്ക് ജലദോഷമുണ്ട്, പിള്ളേർക്ക് ജലദോഷമുണ്ട്, പനിയുണ്ട്. ഇതുകൊണ്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ അമ്മിച്ചിനെ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ടി വരും. ഇപ്പം ഏകദേശം അമ്മിച്ചി ഈ പിള്ളേരെ കണ്ടിട്ട് ഒരു മാസമായി നമ്മുടെ ഒരു മാസമായിട്ടുണ്ടാവും കണ്ടിട്ട്. അപ്പം അതുകൊണ്ട് അമ്മിച്ചിക്ക് പിള്ളേരെ കാണാനുള്ള കൊതിയിലാണ്. അമ്മിച്ചി പറയുന്നുണ്ട് വയ്യായിക്ക് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ചെല്ലുന്നു. പക്ഷെ നമ്മൾ ആ വയ്യായിക വെച്ച് എന്തായാലും പോയില്ല. കാരണം അമ്മച്ചിക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അങ്ങനെ വീട്ടിലേക്കും പോകാൻ പറ്റണില്ല, എവിടേക്കും പോകാൻ പറ്റണില്ല. ഇങ്ങനെ ഇരിക്കും ഇവിടെ. സുഖം, സന്തോഷം, സമാധാനം. ഉച്ചയ്ക്കൊന്നും ഉറങ്ങിയിട്ടാ. ഉറക്കം കഴിഞ്ഞിട്ടു. ഉച്ചയ്ക്ക് മാത്രമല്ല ഉറങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഉറങ്ങാൻ പറ്റണമെങ്കിൽ ഉറങ്ങും. ആദ്യമാണെങ്കിൽ എനിട്ടിട്ടില്ല. അപ്പം ഞാൻ ചായ വെക്കലെന്ന് പറഞ്ഞാൽ 3-4 ട്രിപ്പ് ചായ വെക്കും. ആദ്യത്തിന് കട്ടൻ ചായ വെക്കും, പാല് കാച്ചും. എനിക്ക് പാൽ ചായ വെക്കും. കാരണം ചേട്ടായി പാൽ ചായ കുടിക്കില്ല, അപ്പോൾ കട്ടൻ ചായ വേണം. അപ്പോൾ അതിൽ നിന്ന് കട്ടൻ ചായ കുടിക്കും. എനിക്ക് പാൽ ചായ വേണം, അപ്പം ഞാൻ പാൽ ചായ വയ്ക്കും. അപ്പോൾ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നല്ല ഉറക്കത്തിലാട്ടാ. അവനെ അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെ കൂടെ കിടക്കുക ഉച്ചയ്ക്ക്. ചില ദിവസം അലമ്പുണ്ടാക്കി എൻ്റെ അടുത്തേക്ക് തന്നെ വരും. പക്ഷേ ഇന്നിപ്പോൾ അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെ കിടന്നപ്പോൾ കിടന്നുറങ്ങാൻ എനിട്ടിട്ടില്ല. നമ്മുടെ ചായ സെറ്റായി. എന്നിട്ടാണ് ചായക്ക് മറ്റേ ഇതില്ലേ ഗ്രില്ലഡ് ക്യാഷു ഉണ്ട് കേട്ടോ. ക്യാഷു പിന്നെ ആദ്യം മിഞ്ഞാന്ന് പോയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിപ്പിച്ചു. ടൂപ്പാപ്പം വേണമെന്ന് പറഞ്ഞിട്ട് അത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പം ടൂപ്പാപ്പം ചോദിക്കുമ്പോൾ എന്നിട്ട് ടൂപ്പാപ്പം എന്ന് പറഞ്ഞിട്ട് കൊള്ളി വറുത്തത് മറ്റേ എന്നിട്ട് പറയാം ചേടിയല്ലോ, ചീടയാ, അങ്ങനെ ഒരു സാധനമില്ലേ, അതൊക്കെ വാങ്ങിയിട്ടുണ്ടായി. ആശം പറയൽ മാത്രമേ ഉള്ളൂ, തിന്നലൊന്നുമില്ല. തിന്നൽ ഞാൻ തിന്ന് തീർക്കണം. അവൻ വാങ്ങിച്ചു കൊണ്ട് വയ്ക്കും, തിന്നൽ ഞാൻ തിന്നണം, അവൻ തിന്നില്ല. അപ്പം അതൊക്കെ ഉണ്ട് ചായക്ക്. നിക്ക് എവിടേക്കാ എന്നാ ചായന്നാ അതാ അമ്മാമനെ അന്വേഷിച്ച് കൊണ്ടുപോവാ. അമ്മാമ ഉമ്പേടെ അടുത്തേക്ക് പോവാ. അമ്മാമ ഒരു ദിവസം ഉമ്പേടെ അടുത്തേക്ക് കൊണ്ടുപോയാറിഞ്ഞ പിന്നാലെ ആട്ടി വരാ. വാ പുട്ടുന്റെ വീട്ടിൽ പോണാ. വാ ചായ കുടിക്കേ. ഡാ ഡാ കുർണി ഡാ. അയ്യോ
എന്നിട്ട് സാധനം അതാ കയ്യില് ചുപ്പി കാണിച്ച ചുപ്പി. ഇത് വേണ? ഹാപ്പി 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 വേണ്ടേ? നീ എങ്ങടെ പോണേ? അതിന് അമ്മാമ വന്നില്ല, കൊച്ചടിച്ചു വരാൻ പോണ. വേട്ടെ, അടിച്ചോ. എവിടേക്ക് പോണേ? അതിന് മുടിയോ മുടി ആരെ കൂട്ടാൻ വെച്ചേ? ഇടാനോ പുറത്തേക്ക്. അവൻ ചായ വരെ കുടിച്ചിട്ടില്ല, അമ്മാമ്മ കൊണ്ടുവന്ന് പറഞ്ഞു. അവനിങ്ങനെ നടക്ക. അപ്പന്റെ ബൈ കുട്ടൂന്റെ അടുത്തേക്ക് അത് ബൈ. അതാ നോക്കണ്ട, നോക്കണില്ല പുത്രം കണ്ട. അമ്മാമ്മ മോനോടി പോണോക്കിയേ. അമ്മാമ്മേനെ റോഡ് ഫുള്ളും നടത്തിക്ക. ആ റോഡ് ഫുള്ളും കഴിഞ്ഞു. ഇപ്പുറത്തെ റോട്ടിക്ക് ദേ പോണ്. എന്റെ ദൈവമേ. ബക്കറ്റാ? നല്ല പോലെ അവനെ അങ്ങനെ നടന്നാ മതി, വേറൊരു പരിപാടിയില്ല. അതല്ല അപ്പാപ്പന്റെ എരുമേനെ കാണാൻ പോയി വേണമെങ്കിൽ ധൈര്യമ പോണ അപ്പാപ്പന്റെ. വിളിക്ക് മുമ്പേന്ന് വിളിക്ക് ബായോ. ഇതെന്തിനാ ഈ അപ്പന്റെ ഡ്രസ് എടുത്തോണ്ടേക്കണേ? അപ്പനെ ഇടിക്കാനാ ഇടാൻ? അയ്യോ എന്തൊരു സന്തോഷാടോ. എങ്ങട് പോവാനാ? ആര്? ഒയ്യത് അവിടെ വന്നിട്ടത്. അതിനാ താക്കൂല ഇടിക്ക് പോയി, കാക്ക കൊണ്ടുപോയി. അപ്പാപ്പ കൊണ്ടുപോയാ? മര്യാദക്ക് ഇരുന്ന അപ്പനെ കൊതുത്തിയാ? കൊല്ല് കൊതുവിനെ കൊല്ല്. ഈശോ നീന്ന് കൊല്ല്. താഴത്തേക്ക് ഇടിഞ്ഞു പൊളി വീഴും കൊതു. എന്റെ പൊതു ഇറങ്ങാണ്. എവിടേക്കാ ഗേറ്റ് തുറക്കാനെന്നാണ് അടുത്ത ലക്ഷ്യട്ടാ. അല്ല മോനെ നിനപ്പോ ബെന്നിനെ ഇടിപ്പിച്ചിരുത്തി. എന്നിട്ട് അമ്മീ അതാര് തല്ലണേ? ജുമ്മ കളിക്ക്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ ദിവസമാണ്. ചെറിയ സന്തോഷങ്ങളും സങ്കടങ്ങളും വയ്യായികകളും എല്ലാം കൂടി ചേർന്ന ഒരു ദിവസം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്ര ഉള്ളു, ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമന്റ് ചെയ്യുക. അപ്പൊ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ. ഉമ്മ ഐ ലവ് യു. ഉമ്മ മൊട്ടത്തലയൻ കുട്ടാപ്പി. ബൈ.